ഇന്ത്യൻ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയ്ക്കു പകരം കാവിക്കൊടിയാക്കണമെന്നും കോൺഗ്രസിന് ഇനി പച്ചക്കൊടി നൽകണമെന്നുമുള്ള രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് കഴുകിയെന്ന് ചരിത്രം പറയുന്ന, അതിനൊപ്പം തന്നെ ഒരു മാപ്പെഴുതി കൊടുത്തു എന്നും ചരിത്രം പറയുന്ന RSSന്റെ നേതാവ് ശിവരാജനാണ്. BJP മുൻ ദേശീയ കൗൺസിൽ അംഗം കൂടിയായിരുന്നു അദ്ദേഹം. ഭാരതാംബ വിവാദത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് പാലക്കാട്ടുകാരനായ ശിവരാജന്റെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം മന്ത്രി ശിവൻകുട്ടിയെ ശവൻകുട്ടി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്നും ഈ BJP നേതാവ് ആവശ്യപ്പെടുകയും ചെയ്തു. ദേശീയ പതാകയോട് സാമ്യമുള്ള കൊടി കോൺഗ്രസിൻ്റേതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയാണ് കോൺഗ്രസ് പച്ചപ്പതാക ഉപയോഗിക്കട്ടെ എന്ന് ഈ ശിവരാജൻ പറയുന്നത്. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് ഇയാൾ. ഇന്ത്യൻ ചരിത്രമറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്നാണ് ശിവരാജൻ്റെ അഭിപ്രായം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഓർക്കണം. അദ്ദേഹത്തിന് വോട്ട് നൽകി വിജയിപ്പിച്ചാണ് ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയൊരു പദവി നേടിക്കൊടുത്തത്. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് നഗരസഭയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ ഇതേ ശിവരാജൻ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ഓർമ്മയുണ്ടായാൽ മാത്രം മതി ഈ വിഡ്ഢി ആരാണെന്ന് മനസ്സിലാക്കാൻ. ബുദ്ധിശൂന്യൻ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചത് കൊണ്ടാണ് വിഡ്ഢി എന്ന് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന് യോജിച്ചത് ഈ പദമല്ല, അത് പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നുമില്ല. അതായത് ഇന്ത്യയുടെ ദേശീയ പതാക തിരശ്ചീനമായ ഒരു ചതുരാകൃതിയിലുള്ള ത്രിവർണ്ണ പതാകയാണ്. 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ യോഗത്തിലാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലും നിർദ്ദേശത്തിലും ഇന്നത്തെ രൂപത്തിൽ ആ പതാക അംഗീകരിക്കപ്പെട്ടത്. 1947 ഓഗസ്റ്റ് 15 ഇത് ഇന്ത്യൻ യൂണിയന്റെ ഔദ്യോഗിക പതാകയായി മാറി. പിന്നീട് ഈ പതാക റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പതാകയായും നിലനിർത്തി. ഇതിനെയാണ് ഈ വിഡ്ഢി മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ നിറവും അതിൻ്റെ പ്രാധാന്യവും എന്ന് ഈ വിഡ്ഢി നേതാവിന് അറിയില്ല എന്ന് തോന്നുന്നു. അതിനൊക്കെ വലിയൊരു അർത്ഥമുണ്ട്. ത്രിവർണ്ണ പതാകയിലെ മുകളിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി നടന്ന ധീരോദാത്തമായ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ മധ്യഭാഗത്തുള്ള വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ്. അതെപ്പോഴും കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത ഓരോ ഇന്ത്യക്കാരനുമുണ്ട്. അതുപോലെ ഏറ്റവും താഴെയുള്ള പച്ച നിറം സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് മലപ്പുറത്തിൻ്റെയല്ല. മധ്യഭാഗത്തുള്ള നീല നിറത്തിലുള്ള ചക്രം ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നും എടുത്തതാണ്. 24 ആരക്കാലുകളാണ് അതിലുള്ളത്. ഇത് ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. അല്ലാതെ ഈ വിഡ്ഢി നേതാവ് പറഞ്ഞതുപോലെ പച്ച മലപ്പുറത്തെ ലീഗുകാരുടെയും വെള്ള CPMകാരുടെയും അല്ല സൂചിപ്പിക്കുന്നത്. സോണിയാഗാന്ധിയെയും ശിവൻകുട്ടിയെയും പറയുന്ന അതേ ലാഘവത്തോടെ തന്നെ ഗാന്ധിജിയെയും ദേശീയ പതാകയെയും അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഈ പമ്പര വിഡ്ഢി. കേസ് കൊടുത്തിരിക്കുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ. ഏതായാലും രാഷ്ട്രീയ പിതാവ് ഗാന്ധിജിയുടെ നിർദ്ദേശത്തിൽ ഉണ്ടാക്കിയ വളരെ അർത്ഥവത്തായ മഹത്തായ ഈ രാജ്യത്തിൻ്റെ പതാകയെ മാറ്റി അവിടെ കാവിയാക്കണമെന്ന് വിളിച്ചു പറയുന്ന ഈ നേതാവിനെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത് എന്ന് തോന്നുന്നു. കാരണം ഈ രോഗം അപകടമാണ്.